നമ്മുടെ കോളനി ചേരി എന്നൊക്കെ പറയൂലേ ഗൈസ്, അതിനേലും ശോകം. അമ്മ രാത്രി ആൽക്കഹോളും വീടൊക്കെ തരുമായിരുന്നു. ഈ കൊച്ചു ഉറങ്ങോ ഇല്ലയെന്നറിയാൻ വേണ്ടി. 11-ാം വയസ്സിൽ പുള്ളി വേറൊരു കാര്യം ട്രൈ ചെയ്ത്, ആസിഡ്. 13 വയസ്സിലല്ലേ 30 സംതിങ് കേസ് ഉണ്ടായിരുന്നു. ഹോമിലെ ആ ഒരു മെയിൻ വാർഡൻ, അവൻ ഗസ് ടൊമാറ്റോ ആയിട്ട് കമ്പനിക്കാരനായിരുന്നു. ഹീസ് എ കിഡിനെ മാൻസ് ബോഡി. മൈക്ക് ആകെ ലൈഫിൽ റെസ്പെക്റ്റും ഫിയറും ഒക്കെ ചെയ്ത ഒരാള്. ഈ ഇന്റർവ്യൂവിലൊക്കെ മൈക്ക് ടൈസൺ ആകെ കരഞ്ഞേക്കണത് എപ്പോഴും ഈ കസ്റ്റി അമ്മാട്ടോനെ കുറിച്ച് പറയുമ്പോഴാണ്. ഫിലിം കളക്ടർ ആയിരുന്നു, ഫൈറ്റ് ഫിലിം കളക്ടർ ആയിരുന്നു. വേറെ ആർക്കും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അത്. 15 ഫൈറ്റ് ചെയ്തു ഒരു കൊല്ലം. മാർച്ച് തൊട്ടാണ് ഫൈറ്റ് തുടങ്ങിയത്. 15 ഫൈറ്റ്, 15 KO. ഏറ്റവും കൂടുതൽ ബോക്സിംഗ് റൗണ്ടിൽ ലാസ്റ്റ് ഇതൊക്കെ എത്രയാണെന്ന് അറിയാൻ പറ്റുമോ എനിക്ക്? ഒരു ചെറിയ പയ്യൻ വരും, എല്ലാരും ഉറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം വയസ്സിൽ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയതും പിന്നെ 21-ാം വയസ്സിൽ അൺഡിസ്പ്യൂട്ടഡ് ആയതിന്റെ റെക്കോർഡ്. ഏറ്റവും വേഴ്സ്റ്റ് തിങ് ദാറ്റ് എവർ ഹാപ്പൻ ടു മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞാൽ, രാത്രി 2 മണിക്ക് മൈക്ക് ടൈസണോട് സംസാരിക്കാൻ മൈക്ക് ടൈസന്റെ ഹോട്ടലിലെ റൂമിൽ പോയിരുന്നു. ഈ പുലിയെ മേടിച്ച കഥ ഏതാണെന്നറിയോ? ആദ്യമായിട്ടാണ് മൈക്ക് ഒരു ബോക്സറായിട്ട് റോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻ മീ, ഐ എം ജസ്റ്റ് ഫൈറ്റിംഗ് ടു പേ മൈ ബിൽസ്. ഈ മനുഷ്യരുടെ ഈ ബുദ്ധി വികസിക്കാൻ കാരണം തന്നെ മഷ്റൂം എന്ന് പറഞ്ഞത് സത്യമാണെന്ന് കുറെ പേര് സയന്റിസ്റ്റുകൾ അംഗീകരിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിനി നമ്മുടെ ഫൈറ്റർ സ്റ്റോറി പ്ലേലിസ്റ്റ് പോലെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചേക്കാണ്. അപ്പൊ നമ്മൾ എങ്കാനുവിന്റെ ഒരെണ്ണം ഇട്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ആഴ്ച മൈക്ക് ടൈസൺ ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ മൈക്ക് ടൈസന്റെ ഒരു ഫൈറ്റർ സ്റ്റോറി ആയിട്ട് വന്നേക്കാണ് നമ്മള്. ഗായ്സ്, നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ അടിയിലോട്ട് ഒന്ന് നോക്കിയേ. നിങ്ങളുടെ സബ്സ്ക്രൈബ് നെക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നെക്കി സബ്സ്ക്രൈബ് ഇവിടെ നാക്കിയേ. നമ്മള് ഇനി തുടങ്ങിക്കോ. നമ്മള് റെഗുലർ MMA കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളൊരു റീക്യാപ്പ് പോലെ എപ്പോഴും കിട്ടണമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അധികം വലിച്ചിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്ത് പോട്ടാ. നീ പറഞ്ഞ അടുത്ത കണ്ടന്റിലോട്ട് പോകും. അപ്പൊ മൈക്ക് ടൈസന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്ക് ടൈസന്റെ സ്റ്റോറി അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് മൈക്ക് ടൈസന്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാമെന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഇവൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ നിർബന്ധത്തിൽ മാത്രം എടുക്കണേട്ടാ, ഇവൻ കാരണം നിർബന്ധിച്ച് എടുക്കണേ എന്നെ കൊണ്ട് ഈ വീഡിയോ. ഞാൻ പറഞ്ഞു മൈക്ക് ടൈസന്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇടാം, കാരണം ഇട്ട് കഴിഞ്ഞിട്ട് തോറ്റു പോയി കഴിഞ്ഞാൽ ഷോ പോകുന്നു. എന്നാലും ഓക്കെ ഗൈസ്, എലിഫന്റിന്റെ റൂമിനെ പറഞ്ഞേ ഉള്ളൂ, അഡ്രസ് ചെയ്തേ ഉള്ളൂ. അല്ല, മൈക്ക് ടൈസൺ ബുള്ളിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബുള്ളി ചെയ്തിട്ടാണ്. മറ്റേ പുള്ളിക്ക് പ്രാവിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പ്രാവിന്റെ കളക്ഷന് ഉണ്ടായിരുന്നപ്പോഴേക്കും അവിടെ ഈ ബ്രൂക്ലിൻ ഇപ്പൊ നമ്മളെ അല്ലടാ ആ ഏരിയ ഒന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ കോളനി ചേരി എന്നൊക്കെ പറയൂലേ ഗൈസ്, അതിനേലും ശോകം. പിന്നെ അവന്റെ പാരന്റ്സ് സെക്സ് വർക്കറൊക്കെയാണ്. അപ്പൊ അത്ര ശോകം ബാംഗ്ലൂണ്ട് നിങ്ങൾ മനസ്സിലാക്കി. സ്കമ്മിന്നാണ് അത് മൈക്ക് ടൈസന്റെ ഡെഫിനേഷൻ, സ്കമ്മിന്നാണ് വന്നത്. എന്നിട്ട് അപ്പൊ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഫാദർ ലീവ് ചെയ്ത് അമ്മയുടെ ഒപ്പമാണ് താമസിച്ചത്. അമ്മയാണെങ്കിൽ മിൽക്ക് മേടിക്കാൻ പോയല്ലേ, മിൽക്ക് മേടിക്കാൻ പോയത് ഫാദറാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ പ്രശ്നം, അമ്മയുടെ ഒരു സംഭവം ജെആറിൽ പറയുന്നുണ്ട് മൈക്ക് ടൈസൺ. അമ്മ രാത്രി ആൽക്കഹോളും വീടൊക്കെ തരുമായിരുന്നു. ഈ കൊച്ചു ഉറങ്ങോ ഇല്ലയെന്നറിയാൻ വേണ്ടി. അപ്പൊ ചെറുപ്രായം 10-ാം വയസ്സിൽ തന്നെ വീടും ആൽക്കഹോളും കൊക്കൈനൊക്കെ 11-ാം വയസ്സിൽ പുള്ളി വേറൊരു കാര്യം ട്രൈ ചെയ്ത്, ആസിഡ്. 11-ാം വയസ്സിലാണ് പുള്ളി ആദ്യമായിട്ട് ആസിഡ് അടിച്ചത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ നമുക്ക് ഇവിടെ കേരളത്തിലൊന്നും അങ്ങനെ സ്ഥലവും ഇല്ല. ഏറ്റവും മോസ്റ്റ് ഡിപ്രൈവ്ഡ് സ്കം, ഏറ്റവും ശോകം, അതിൽ നിന്ന് വന്ന ഒരാളാണ് മൈക്ക് ടൈസൺ. എന്നിട്ട് പുള്ളി ഇത് ഈ PGന്റെ സ്റ്റോറി, PG അവിടെയുള്ള ഒരു ബുള്ളി, പുള്ളി ഈ PGന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു മൈക്ക് ടൈസന് ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ കൂട്ടുകാരെ കാണിച്ചപ്പോഴേക്കും കൂട്ടുകാര് വേറെ ആൾക്കാരോട് പറഞ്ഞ് അങ്ങനെ അവിടെയുള്ള ഒരു വലിയൊരാള് വന്നിട്ട് ഒരു PGനെ എടുത്തുകൊണ്ട് പോയി. അതിന്റെ പുറകെ ഓടി, എന്നിട്ട് എടുത്തുകൊണ്ട് പോയി അതിനെ പിടിച്ചിടിച്ച്. ആ PD കണ്ടിട്ട് പിന്നെ ആൾക്കാരെല്ലാവരും ഈ പിള്ളേരൊക്കെ അറിഞ്ഞു ഇവൻ നല്ലോണം ഇടിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ഇവനെ കൊണ്ട് ഇടിപ്പിക്കാൻ പോയി. 13 വയസ്സിലല്ലേ 30 സംതിങ് കേസ് ഉണ്ടായിരുന്നു മൈക്ക് ടൈസന്.
പക്ഷെ അങ്ങനെ കേസ് ഉണ്ടായിട്ട് ഇവനാ ജുവനൈൽ ഹോമിലോട്ട് അയച്ചു. അപ്പൊ ജുവനൈൽ ഹോമിലോട്ട് അയച്ചപ്പോ അവന്റെ ലൈഫ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ജുവനൈൽ ഹോമിലെ ആ ഒരു മെയിൻ വാർഡൻ അവൻ ഗസ് ടൊമാറ്റോ ആയിട്ട് കമ്പനിക്കാരനായിരുന്നു. അങ്ങനെ ജുവനൈൽ ഹോമിൽ നിന്നാണ് പുള്ളിയുടെ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ലൈഫ് ഗസ്സിലോട്ട് ഇൻട്രൊഡക്സ് ചെയ്ത്. അപ്പൊ പുള്ളിയാണെങ്കിൽ 13 വയസ്സുള്ള ഒരുത്തനെ കിട്ടി. പക്ഷെ കണ്ടപ്പോ തന്നെ ബോഡി ഷേപ്പ് ഒക്കെ നോർമൽ അല്ല. മസിൽസ് ഒക്കെ 13 വയസ്സില്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ 32 വയസ്സ് പറയുന്നുണ്ട് അന്ന് തന്നെ. 13 വയസ്സുള്ള ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയണ ഒരു ഇതുണ്ട്, ഹീസ് എ കിഡ് ഇൻ എ മാൻസ് ബോഡി. ഇവൻ 13 വയസ്സിനൊക്കെ 14 വയസ്സിനൊക്കെ അമേച്ചർ ടൂർണമെന്റ് പോകുമ്പോ ഇവനെ കാണുമ്പോ ആൾക്കാർ ചോദിക്കുന്നു ഹൗ ഡബിൾ ചെക്ക് ചെയ്യുമായിരുന്നു. കാരണം ആൾക്കാർക്ക് കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റണില്ല, കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. അതെങ്കിലോട്ടെ. എന്നാലും ഈ ഗസ് ക്രിമിനൽ ഇത്രയും കേസ് കിട്ടി അവസാനം ആ വാർഡ് എന്തോ ബുദ്ധി തോന്നിയാണ് ഗസ്സിന് എടുത്ത് കൊടുത്തത്. ഗസ്സിന് ഇവനെ കണ്ടപ്പോ തന്നെ എന്തോ ഒരു മൂടടിച്ച്. മൈക്കിന് അങ്ങനെ ആദ്യമായിട്ടൊരു ഫാദർ ഫിഗറിനെ കിട്ടിയ ഗൈസ് ലൈഫ്. കാരണം ജനിപ്പിച്ചത് അന്ന് ഇട്ടിട്ട് പോയി. പിന്നെ പക്ഷെ വന്ന ആളാണെങ്കില മൈക്ക് ആകെ ലൈഫിൽ റെസ്പെക്റ്റും ഫിയറും ഒക്കെ ചെയ്ത ഒരാള്. അത് മാത്രമല്ല ഈ ഗസ് എന്ന് പറഞ്ഞ ആളുടെ ഹിസ്റ്ററി പറയണ്ടല്ല. എത്ര ട്രെയിനേഴ്സിനെ ചെയ്തിട്ടുണ്ട്, എത്ര ഫൈറ്റേഴ്സിനെ ഇപ്പോൾ ഈ ഫൈറ്റ് ബിസിനസ്സിൽ 1930s തുടങ്ങിയ ആളാന്ന് തോന്നുന്നത്. ഏൻഷ്യന്റ് ബീലാണത്. പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഈ മുഹമ്മദ് അലി ആയിട്ട് സ്പാർ ചെയ്യണം. ആ സ്പാറിംഗ് അല്ല ഗൈസ്, ഷാഡോ ബോക്സ് ടി വി പ്രോഗ്രാമിന് വേണ്ടി ചെയ്യാനാണ്. അതിനുവേണ്ടി മുഹമ്മദ് അലി പിന്നെ ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു ആക്ടാക്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ കാണിച്ചു കൊടുക്കൊണ്ട് ചെയ്യാനുണ്ട്. ആ സംഭവത്തിൽ അറിയാണ്ട് അലീനെ ഹിറ്റ് ചെയ്യും. അതും 70 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അത്ര പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇയാളാണ് ഇയാൾ ഉപയോഗിച്ച ടെക്നിക്സ് ഒക്കെ സീനാണ് ഗൈസ്. കാരണം സാധാരണ ട്രെയിനിങ് ടെക്നിക്സ് ഒന്നുമല്ല. ഹിപ്നോട്ടിസോട് ചെയ്യാനായിട്ട് ഏറ്റവും അധികം ഉപയോഗിച്ചത്. കാരണം അത്രയും ഒരു മൃഗത്തിനെ ഒരു ഫൈറ്ററാക്കി എടുക്കണ്ടേ. ആ ദേഷ്യം മൊത്തം ഒരാളിലോട്ട് അപ്പോണിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹിപ്നോട്ടിസം ഒക്കെയാണ് ട്രെയിനിങ് മെത്തേഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നും ഇപ്പോഴത്തെ കാലത്ത് കേട്ടിട്ട് പോലും കേട്ടാ. അല്ല പുള്ളി ഇത് 13-ാം വയസ്സിൽ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ മൈക്ക് ടൈസൺ അഡോപ്റ്റ് ചെയ്തതാണ് 14-ാം വയസ്സിൽ. എന്നിട്ട് പുള്ളിയുടെ ഫാമിലിയിൽ ഒരാളെ പോലെ മൈക്ക് ടൈസൺ അത്രയും നാള് കിട്ടാണ്ടിരുന്ന കെയറും എല്ലാമായിരുന്നു. ഇപ്പൊ ഈ ഇന്റർവ്യൂവിലൊക്കെ മൈക്ക് ടൈസൺ ആകെ കരഞ്ഞേക്കണത് എപ്പോഴും ഈ കസ്റ്റിയമാറ്റോനെ കുറിച്ച് പറയുമ്പോഴാണ്. എന്നിട്ടും പുള്ളി എല്ലാത്തിനുള്ള സൊല്യൂഷൻ ആയിരുന്നതാണ്. അപ്പൊ മൈക്ക് ടൈസണിനോട് പറഞ്ഞേക്കണുണ്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റിയ ഒരാളാണ് കസ്റ്റിയമാട്ടോ. അപ്പൊ മൈക്ക് ടൈസൺ ഒരു സുപ്പീരിയർ ഒരു പവർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു ഇതിൽ ചോദിക്കുന്ന സംഭവം ഞാൻ ശരിക്കും പല ഗസ്റ്റമാറ്റോ ഒരു 10 കൊല്ലം കൂടി ചോദിച്ചിരുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഗൈസ്. അതല്ല കസ്റ്റിയമാട്ടോ എങ്ങനെ മൈക്ക് ടൈസനെ കണ്ടുപിടിച്ചെന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ മൈക്ക് ടൈസൺ പറയുന്നുണ്ട് മൈക്ക് ടൈസനെ സമൺ ചെയ്ത് വരുത്തിയതാണെന്ന് കസ്റ്റിയമാട്ടോ. അങ്ങനെ സമയമാകുമ്പോഴേക്കും എന്റെ സ്റ്റുഡന്റ് ഇസ് റെഡി, ദ മാസ്റ്റർ വിൽ അപ്പിയർ എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട് ഗൈസ്. അതേപോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു. അല്ല മൈക്ക് ടൈസന്റെ ആ സമയത്തുള്ള ട്രെയിനിങ് ഫെർഗസനെ റൊണാൾഡോ കണ്ടുപിടിച്ച പോലെ ആയിരുന്നു ഗൈസ്. ആ ഒരു അത്രയും ഒരു നല്ലൊരു ഇതാണ്. അതിനേലും ഒരു വലിയ ബിഗർ ഫൈൻഡ് ആണ്. പിന്നെ കാരണം ഇത് ലിറ്ററലി ഫാദർ ഫിഗർ സേവ്ഡ് ഹിസ് ലൈഫ്. മൈക്കിനോട് ചോദിച്ചായിരുന്നു ബോക്സിംഗിലായിരുന്നെങ്കിൽ മൈക്ക് നീ എന്തായിരുന്നു? അഡ് ബി എ ക്രിമിനൽ. അത് 1+1=2 എന്നുള്ള ഫാക്ടോടെ അത്രയും കൺഫർമേഷനോടെ പറയണ. അത് ഉറപ്പാണ്. കാരണം ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങി ഒരാള് ബൈക്കിൽ സെൽഫി എടുക്കണേ, യു റോബ് മീ വെൻ യു ആർ യങ്ങർ. അപ്പൊ ആദ്യം വിചാരിച്ച തമാശയാണെന്ന്. പിന്നെ റോബ് ചെയ്ത ഡീറ്റെയിൽസ് അവന്റെ താമസ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു മൈക്ക്. അപ്പൊ തന്നെ തിരിച്ച് കെട്ടിപ്പിടിച്ച്. കാരണം അതിക്ക് അത്ര ഒരു ഡിസ്പ്രൈവ്ഡ് ബാക്ക്ഗ്രൗണ്ട് എന്നാ വന്നേക്കണ. അവസാനം ഈ ഗസ്സിനെ കിട്ടി. ഗസ്സിനെ മാത്രല്ല വേറൊരാളെയും കൂടി കിട്ടി. വേറൊരാളും കൂടി ഒരു ഇച്ചിരി അണ്ടർ റേറ്റഡ് റോൾ ഉണ്ട്. കെവിൻ റൂണി അല്ല, വേറൊരാളുണ്ട് മാനേജർ ആയിട്ടുള്ള ഒരാളുണ്ട്, ജിം ജേക്കബ്സ് എന്ന് പറഞ്ഞ ഒരാള്. ഈ ജിം ജേക്കബ്സ് എന്ന ആളുടെ ഗുണം എന്താണെന്നറിയോ? സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജോറോഗൻ ഇയാളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ വാഴ്ത്തിയൊക്കെ പറയും. സംഭവം ഇയാള് ഒരു ഫിലിം കളക്ടർ ആയിരുന്നു.
ഫൈറ്റ് ഫിലിം കളക്ടർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് റെക്കോർഡിങ്സ് ഒന്നും ആരുടെയും കയ്യിലില്ലായിരുന്നേ. പക്ഷെ ഈ മൈക്ക് ടൈസന്റെ ആണെങ്കിൽ ഈ മാനേജറിന്റെ കയ്യിൽ 1890s തൊട്ടുള്ള ഫൈറ്റ്സിന്റെ വരെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഫൈറ്റ്സിന്റെയും റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഫുൾ ടൈം ഒരു ഡെഡിക്കേറ്റഡ് ഫൈറ്റ് കാണാൻ വേണ്ടി ഒരു ഇതുണ്ട് ഇവർക്ക്, ഒരു സിസ്റ്റം ഉണ്ട്. ഇവര് മൈക്ക് ടൈസൺ എപ്പോഴും ഫൈറ്റ് സ്റ്റഡി പിന്നെ ഫിലിം സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പണ്ട്. വേറെ ആർക്കും ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അത്. ഈ ജിം ജേക്കബ്സ് എന്നുള്ള മാനേജർ കാരണമാണ് മൈക്ക് ടൈസൺ അത് കിട്ടിയത്. അതൊരു വല്ലാത്തൊരു പുള്ളി ഒരു അണ്ടർ റേറ്റഡ് റോളാണ്. പിന്നെ ഇങ്ങനെ രസമുണ്ട് ഒരു സ്റ്റൈല്, വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്റ്റൈൽ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്ത്. പീക്കബൂ സ്റ്റൈൽ എന്ന് പറയുന്ന സ്റ്റൈലുണ്ട്. സ്ലിപ്പ് നോട്ട് ഗെറ്റ് ഹിറ്റ്, അവസാനം ഒരു ഡെലിവറി ചെയ്ത് ഒരു കെയോടി ചെയ്തിട്ട് മൈക്കിന്റെ ഒരു സ്റ്റൈല് മൈക്കിന് മാത്രം ഡെവലപ്പ് ചെയ്ത പോലത്തെ. നേരത്തെ ഉള്ളാണെങ്കിൽ മൈക്കാണ് പെർഫെക്റ്റ് ചെയ്ത്. ഈ 6 feet 5 അടി 11 പൊക്കമുള്ളെങ്കിലും പുള്ളി 6 അടി 6 ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റൈലായിരുന്നത്. ഇതെടുത്തേ പിന്നെ പുള്ളി ഒരു നോക്കൗട്ട് അങ്ങാട് തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു റൗണ്ടൊക്കെ ഉള്ളു ഫൈറ്റ് ഗൈസ്. ആമേച്ചർ കരിയറിനകത്തില്ലേ പെർഫെക്റ്റ് കേയോസ്. സാധാരണ ആമേച്ചർ കരിയറിൽ കേയോസ് കുറവാണ്, ബബിൾ അവരെ വെറുതെ നിർത്തും. ഇത് ഹുക്ക് ചെയ്ത് പിള്ളേരെയൊക്കെ ഉറക്കണം. എന്നുവെച്ചാൽ 16-ാം വയസ്സിലെ പേര് കേട്ട് ഒരു പേടി സ്വപ്നമായി മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങാട് ഓരോന്ന് ഒരു സിനിമ കഥ പോലെയായിരുന്നു. ഈ പ്രോ കരിയറിലുണ്ടല്ലോ, ഫസ്റ്റ് ഇയർ ഉണ്ടല്ലോ, മൈക്ക് ടൈസന്റെ ഫസ്റ്റ് ഇയർ ആയിരുന്നു ബ്രേക്ക് ത്രൂ കരിയർ. ആ ഫസ്റ്റ് ഇയറിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മളില്ലേ, ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി സത്യമായിട്ട്. ഫസ്റ്റ് ഇയർ മാർച്ച് മാസം തൊട്ടാണ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 1985 15 ഫൈറ്റ് ചെയ്തു ഒരു കൊല്ലം. മാർച്ച് തൊട്ടാണ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 15 ഫൈറ്റ് 15 KO. എന്ത് പണ്ടത്തെ ഹെവി വെയിറ്റ് ബോക്സേഴ്സിന്റെ അടുത്ത് ഇപ്പോഴത്തെ ബോക്സേഴ്സിന്റെ ഒരു ക്യാൻഡിൽ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയണേക്കാം. അത് സത്യമാണ്. ഇതിക്ക് മേലെയൊക്കെ പോയി കഴിഞ്ഞാ പണ്ടത്തെ ഞാൻ ഫാക്ട് പറഞ്ഞാൽ നീ വിശ്വസിക്കൂല. ഏറ്റവും കൂടുതൽ ബോക്സിംഗ് റൗണ്ടിൽ ലാസ്റ്റ് ചെയ്തേക്കണ എത്രയാണെന്ന് അറിയാൻ പറ്റുമോ എനിക്ക്? ഏറ്റവും കൂടുതൽ ബോക്സിംഗ് റൗണ്ട് ലാസ്റ്റ് ചെയ്തൊരു ഫൈറ്റില് 5-6 ഇരിക്കോ? 12 റൗണ്ട് ഇപ്പൊ തന്നെ ഇല്ലേ? 15. പണ്ട് 15 ഉണ്ടായിരുന്നു. അതുപോലെ പണ്ട് എത്രയെന്നോ ഏറ്റവും കൂടുതൽ പോയേക്കണ റൗണ്ട് ഇല്ല, 466 റൗണ്ട്. ഏറ്റവും വലിയ വിറ്റ് പറയട്ടെ, ഒരു റൗണ്ട് എങ്ങനെ അവസാനിക്കണേന്നറിയോ? ഒരാള് നോക്ക് ഡൗൺ ആവുമ്പോ മാത്രം. അപ്പം അത്രയും നോക്ക് ഡൗൺസ് ആയാ? എടാ ഞാനില്ലേ, വേണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ അടിയിൽ ജോ റോഗൻ ഇത് പറയണതിന്റെ ക്ലിപ്പ് ഉണ്ടാന്ന് എനിക്കറിയില്ല. പോഡ്കാസ്റ്റ് ലിങ്ക് ചെയ്ത് കൊടുത്തേക്ക്. എനിക്ക് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഒക്കെ അറിയാം. അടിയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്ത ആൾക്കാർ നോക്കി കണ്ടോട്ടെ. അല്ലെങ്കിൽ ജോ റോഗൻ ആ പറയണ ഭാഗ്യം നമ്മ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടുമല്ലേ, കോപ്പി സ്ട്രൈക്ക് കിട്ടുമല്ലേ? ഓക്കെ. എന്നാലും ഞാനിട്ടി പോയ 400 റൗണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാ റൗണ്ടും അവസാനിക്കാൻ ഒരാൾ ലോക്ക്ഡൌൺ ആകുമ്പോഴത്. അപ്പൊ ഗാഡും എന്നിട്ട് 4.5 മണിക്കൂറുണ്ടായ ഫൈറ്റ്. വെറുതെ സീറ്റ് പൈസ കൊടുത്ത് മേടിക്കണേരുത് കടയിന്ന്. പൊന്നോ. എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച അന്നത്തെ ആൾക്കാർ അങ്ങനെ അവിടെ നിന്ന് വന്നാന്ന് പറഞ്ഞ. അപ്പൊ ഒരു കൊല്ലം 15 ഫൈറ്റ് എടുക്കൂല. അതൊക്കെ അന്നത്തെ ആൾക്കാർക്ക് ഒന്നുമല്ല. നമ്മുടെ ഷുഗർ റേസിന്റെ ഈ 100 ഫൈറ്റൊക്കെയാണ് പണ്ടത്തെ ആൾക്കാരുടെ ഡിഫറെന്റ് ബ്രീഡാന്നുള്ള കാര്യം പോട്ടെ. മൈക്കിലോട്ട് തിരിച്ചു വരാം. ഈ മൈക്ക് പ്രൈസ് ടു ദ ഫെയിം എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഒരു ഫേമസ് ആയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇപ്പൊ കബീബ് MMA ചുരുങ്ങിയ സ്പാൻ കൊണ്ട് ഭയങ്കരമായിട്ട് ഫെയിമായി. അതേപോലെ അതിന്റെയൊക്കെ ഒരു 10 ഇരട്ടിയായിരുന്നു പറയാ. കാരണം ആരും കണ്ടിട്ടില്ല. ഒരു ചെറിയ പയ്യൻ വരും, എല്ലാരും ഉറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയേച്ചു പറഞ്ഞോ. എന്നിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ഇയർ കഴിഞ്ഞിട്ട് പിന്നത്തെ ഇയറിലാണ് മില്യൺസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയ. പിന്നെ ഒരു 8 ഫൈറ്റ് ഡീലൊക്കെ സൈൻ ചെയ്ത് എത്ര 2 മില്യൺ വേണ്ടി. ഇതില് പുള്ളി ചാമ്പ്യൻ, ഇതൊരു കിടിലൻ സ്റ്റോറി ആണ്. പുള്ളി ചാമ്പ്യൻ ആവണത് ലാരി ഹോംസ് എന്ന് പറഞ്ഞ ആളെ തോപ്പിച്ചിട്ടാണ്ട. അപ്പൊ ഈ ലാരി ഹോംസ് ആരാണ്? നമ്മുടെ
മുഹമ്മദ് അലിയുടെ ലാസ്റ്റ് ഫൈറ്റിൽ മുഹമ്മദ് അലിനെ ഇടിച്ച് പണിഷ് ചെയ്ത് എന്ന് വെച്ചാൽ ക്ലിയർലി ഔട്ട് ഓഫ് ഫ്രെയിം ആയിരുന്നു മുഹമ്മദ് അലിനെ TKO ചെയ്ത ആളാണ്. ഇല്ല, ട്രെവർ ബെർബറിക് എന്ന് പറഞ്ഞ ഒരാളാണ് ലാരി ഹോംസ്. അല്ലടാ രണ്ടുപേരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അലിയുടെ. എടാ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയണ ഈ ലാരി ഹോംസിന്റെ ഫൈറ്റ് ആണ്. അപ്പൊ ഈ ലാരി ഹോംസായിട്ട് തോറ്റതിന് ശേഷം പിറ്റേ ദിവസം ഗസ്റ്റമാറ്റോ കോൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് അലിയായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ മുഹമ്മദ് അലി ഇങ്ങനെ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൈക്ക് പറഞ്ഞേ, ബ്രോ എന്നല്ല മുഹമ്മദ് അലി വിളിക്കണ പോലെ ഐ ഗെറ്റിംഗ് ഫോർ യു വെൻ ഐ ആം ബിഗർ എന്ന് പറഞ്ഞാൽ അന്നൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായി. ഫാസ്റ്റ് ഫോർവേഡ് ടു 5-6 years മൈക്ക് ടൈസന്റെ ഫസ്റ്റ് ടൈറ്റിൽ ഫൈറ്റ് ഈ ലാരി ഹോംസിനെ കിട്ടിയേക്കാണ്. ആ ഫൈറ്റിന് തൊട്ട് മുമ്പ് മുഹമ്മദ് അലി സ്റ്റേജിലോട്ട് വന്നിട്ട് മൈക്കിന് ഷെയ്ക്ക് ഹാൻഡിങ് കൊടുത്ത് അങ്ങാട് നൈസ് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു ചെവിട്ടില് പറയുകയും ചെയ്ത്. ലാരി ഹോംസ് മുഹമ്മദ് അലി ചെയ്തതിന്റെ 10 കാര്യമാണ് ഇവിടെ മൈക്ക് ടൈസൺ ലാരി ഹോംസിന് ചെയ്തത്. വെറുതെ ഇടിച്ചിടിച്ച് ഉറക്കി കളഞ്ഞു. ഉറക്കിന്ന് പറഞ്ഞാൽ അയാള് ഇടി കൊണ്ടിട്ട് താഴോട്ട് വീഴുമ്പോ ബോഡിക്ക് തന്നെ മനസ്സിലാവണല്ല ഇതെന്ത് ഇങ്ങനെയൊക്കെ ഞാൻ കേവായി പോണം, അങ്ങനെ സ്റ്റണ്ടായിട്ടൊക്കെ വീണു. അങ്ങനെ പുള്ളി ആ റിവെഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഗ്രേറ്റസ്റ്റ് റിവെഞ്ച് ഇൻ ബോക്സിംഗ്. കാരണം അത് ഐഡലൈസ് എല്ലാവരും മുഹമ്മദ് അലി. ഇതേപോലെ മുഹമ്മദ് അലിനെ തോപ്പിച്ച് 2 പേരെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഈ ഒരു പറഞ്ഞ ബെർബറിക്കും ഒരെണ്ണം ലാരി ഹോംസും. അപ്പൊ ഈ ലാരി ഹോംസ് ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ടാണ് അവന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഈ മറ്റേയാളെ തോപ്പിച്ചപ്പോഴാണ് അൺഡിസ്പ്യൂട്ടഡ് ആയത്. അപ്പൊ 21 വയസ്സിൽ യങ്ങസ്റ്റ്, 20 വയസ്സിൽ യങ്ങസ്റ്റ് ഹെവി വെയിറ്റ്. ആ റെക്കോർഡ് ഇപ്പോഴും തോപ്പിച്ചിട്ടില്ല. 2 റെക്കോർഡ് ഉണ്ട്. ഒന്നാമത് 20 വയസ്സിൽ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയതും പിന്നെ 21 വയസ്സിൽ അൺഡിസ്പ്യൂട്ടഡ് ആയതിന്റെ റെക്കോർഡ്. അതിനുശേഷമാണ് നമ്മുടെ ഗസ്റ്റമാറ്റോന്റെ ഡിമൈസ്. അപ്പൊ മൈക്കിന്റെ ഏറ്റവും വലിയൊരു അതായിരുന്നു മൈക്കിന്റെ കരിയറിന്റെ ഡൗൺഫോൾ. കാരണം ഞാൻ അന്ന് പറഞ്ഞു ഒരു 10 കൊല്ലം കൂടി ഗസ്റ്റ് ഉണ്ടായിട്ടില്ലേ മൈക്കിന്റെ അക്കോംപ്ലിഷ്മെന്റ് വെറുതെ വേറെ പോയാന്. അതിനുശേഷമാണ് മൈക്കിന്റെ ആ പേടിയുള്ള ഫിഗർ പോയി. പിന്നെ പുള്ളി ഡ്രഗിലോട്ടായി. ഏറ്റവും വേഴ്സ്റ്റ് തിങ് ദാറ്റ് എവർ ഹാപ്പൻ ടു മൈക്ക് ടൈസൺ എന്ന് പറഞ്ഞാൽ ആ ഡോൺ എന്ന് പറഞ്ഞ പ്രമോട്ടർ ഉണ്ട്. ദൈവമേ, അയാളില്ലേ മില്യൺസ് ആണ് ടൈസന്റെ ഊറ്റിയെടുത്ത മില്യൺ. കാരണം ടൈസൺ അറ്റ് ദ ഹൈറ്റ് ഓഫ് ഹിസ് കരിയർ $365 million ഒക്കെ വെറുത്തായിരുന്ന ടൈസനാ പാപ്പരാക്കി അവന്റെ പൈസ കട്ടെടുത്ത്. ഇപ്പോഴൊരു വീഡിയോ ഉണ്ട് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഡോണിനെ കണ്ടതിന് ശേഷം സ്റ്റേജിൽ വെച്ച് കാണുമ്പില്ലേ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഡോണിന്റെ മുഖത്ത് പോയി ഒഴിക്കും. ആ വീഡിയോ ഇപ്പോഴും ഉണ്ട് ഗൈസ് യൂട്യൂബില്. ഒരു ക്രിമിനൽ ഫിഗർ ആയിരുന്നു അവൻ, ഒരു ഹിറ്റ്ലർ ഓഫ് ബോക്സിംഗ് എന്ന് പറയാം. അങ്ങനത്തെ ഒരാളായിരുന്നു. ഇയാള് കാരണമാണ് ഇയാളാണ് എല്ലാവരെയും ഫയർ ചെയ്യാൻ കാരണം. ഈ കെവിൻ റൂണിനെ ഫയർ ചെയ്ത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ജിം ജേക്കബ്സ് പുള്ളിനെയും പോയി. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചിട്ട് 8 മാസമാണ് അവരുടെ മാരേജ്. അതിന് ഡിവോഴ്സ് ആയത്. മാരേജ് ഡിവോഴ്സ് മാത്രമല്ല, അതിനിടയ്ക്ക് കുറെ പ്രശ്നമൊക്കെ ഉണ്ടായി ഗൈസ്. അതാണ് 90s തുടങ്ങി. പിന്നെ 89 ബസ്റ്റർ ഡഗ്ലസ് ആയിട്ട് ഫസ്റ്റ് തോൽവി. അതിന്റെ പുറകെ തന്നെ ഒരു കഥയുണ്ട്. കാരണം ഞാൻ ഫൈറ്റ് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ബസ്റ്റർ ഡഗ്ലസ് 10 count ബീറ്റ് ചെയ്തിട്ട് ഉണ്ടായില്ല. മൈക്ക് ടൈസൺ അത് പല പ്രാവശ്യം പറയുന്നുണ്ട്. അതിന് മുമ്പ് റെഫറി എന്തോ ഒരു ചാൻസ് കൊടുത്ത് അതങ്ങനെ ഹിസ്റ്ററി ആയി. പക്ഷെ ഏറ്റവും കൂടുതൽ മൈക്കിനെ ബാധിച്ചത് 1992 റേപ്പ് എവിഷൻ കേസാണ് ഗൈസ്. അത് ഭയങ്കര സസ് കേസ് കൊണ്ട ഗൈസ്. ഞാൻ ആരും കൂടെ ഇരിക്കണില്ല, എന്നാലും രാത്രി 2 മണിക്ക് മൈക്ക് ടൈസനോട് സംസാരിക്കാൻ മൈക്ക് ടൈസന്റെ ഹോട്ടലിലെ റൂമിൽ പോയിരുന്ന ഒരു വീട് ഗൈസ്. രാത്രി 2 മണിക്കാണ് ഒരാളുടെ റൂമിൽ സംസാരിക്കാനായിട്ട് പോണത്. ആ കേസ് തിരിഞ്ഞു വന്ന് വളഞ്ഞൊടിഞ്ഞ് ആ 3 കൊല്ലം ജയിലിൽ പോയി അവന്റെ പ്രൈം നഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ ലെവലില് ഇസ്ലാമിനെ അതിന് പോലെ എക്സാമ്പിൾ പ്രൈം എക്സാമ്പിൾ ജോൺ ജോൺസിനുണ്ട് പറഞ്ഞ. പക്ഷെ പുള്ളി അതിൽ നിന്നാണ് അകത്ത് കിടന്നില്ല. പക്ഷെ എന്നാലും ഒരു ജോൺ ജോൺസിനേക്ക് ഒരു 22-ാം വയസ്സിൽ ഈ ഗസ്റ്റഫ്സനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ട് 3 കൊല്ലം അടുത്ത് അകത്തിട്ട് എങ്ങനെ ഉണ്ടായനെ അതേപോലത്തെ സീനായി പോയി. ആ 3 കൊല്ലം ജയിലിൽ കിടന്ന പ്രൈം ജയിലിൽ എന്ന് പറയുന്നത് ആപ്സ് ഒക്കെ വന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന് പിന്നെയും പുള്ളി വേൾഡ് ടൈറ്റിൽ റീക്ലെയിം ചെയ്ത്. പക്ഷെ പണ്ടത്തെ ഒരു അംശം പോലും ഉണ്ടായില്ല ഗൈസ്. അങ്ങനെ ഡിക്ലൈൻഡ് ആയ മൈക്ക് ടൈസനാണ് ഈ വാൻഡർ ഹോളിഫീൽഡിനെ ഫൈറ്റ് ചെയ്തതും
പിന്നെ എടാ നമ്മുടെ ലൂയിസ് ലെനക്സ് ലൂയിസിനെയൊക്കെ ഫൈറ്റ് ചെയ്തു. അതൊക്കെ ഇതാണ് ഗൈസ്, ഔട്ട് ഓഫ് പ്രൈം മൈക്ക് ടൈസൺ ആയിരുന്നു ആ സമയത്തൊക്കെയാണ് ആ സമയത്തൊക്കെയാണ് ഈ പുലിയൊക്കെ വന്നത്. അപ്പൊ ഈ പുലിയെ മേടിച്ച കഥ എന്താണെന്നറിയോ? പുലിനെ മേടിച്ച കഥയില്ലേ, മൈക്ക് ടൈസന്റെ ആ സമയത്ത് കാറിന്റെ ഡീലർ ഉണ്ട്. അപ്പൊ ആ ഡീലറ് ഇങ്ങനെ മൈക്ക് ടൈസൺ എന്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാള് വേറെ ഇതേപോലത്തെ ക്ലയൻസിനെ വിളിച്ചിട്ട് ഇങ്ങനെ പൈസ ചോദിക്കണാണ് കാറിന്റെ കാര്യത്തിന്. അപ്പൊ പറഞ്ഞ് പൈസ തന്നില്ലെങ്കിൽ ഞാൻ അതിന് പകരം വല്ല കുതിരേനെയൊക്കെ കൊണ്ടുവന്ന് വെക്കോട്ടെ, കാർ കൊണ്ടുപോയിട്ട് തിരിച്ച് കുതിരേനൊക്കെ വെക്കോട്ടെന്ന് ചോദിച്ചു. അപ്പൊ മൈക്ക് ടൈസൺ ചോദിച്ച് കുതിരയുണ്ടാ വേറെ എന്തൊക്കെയുണ്ട്? അപ്പൊ ചോദിച്ചു കുതിരയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ച് പുലി എടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി കുറച്ച് പുലീനെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് അത് ചെറുപ്പത്തിലേ വളർത്തി കൊറേ നാള് വലുതായി ഒരു ഒപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സാങ്ച്വറിയിലോട്ട് എന്തോ റിലീസൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ പുള്ളി റോൾസ് റോയ്സിന്റെ ഒരു കഥയുണ്ട്. അതിനൊന്നും കൊടുക്കൂല, വഴിയിലുള്ള ഒരു പെണ്ണിനൊക്കെ കൊടുത്തിട്ട് പോയ കഥയുണ്ട്. കുറെ കഥകളാണ് റോൾസ് റോയ്സിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് ടിക്കറ്റ് കിട്ടിയപ്പോഴേക്കും കോപ്പിന് കൊടുത്തില്ലേ താൻ എടുത്തോന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഈ റോൾസ് റോയ്സ് ഇടിച്ചൊരു കഥയുണ്ട്. ഒരാളെ ഇടിച്ച് കഴിഞ്ഞിട്ട് അയാള് കേസൊന്നും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഇതിവിടെ വെച്ചോ, താനെടുത്തോ, വേറെ സീനൊന്നും പോകണ്ട, താനെടുത്തോ എന്ന് പറഞ്ഞിട്ട് റോൾസ് റോയ്സ് ഒക്കെ കൊടുത്തിട്ട് പോയായിരുന്നു ഒരു സമയത്ത്. പിന്നെ പുള്ളിയുടെ ഒരു ഇൻഫേമസ് സ്റ്റോറി ഉണ്ടായിരുന്ന ഒരു റിയൽ ലൈഫ് ഗാങ്സ്റ്റർ, ഒരു പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നു. അയാളൊരു പ്രൊഫഷണൽ ബോക്സർ ലെവലെത്തിയ ആളായിരുന്നു. അയാൾ മൈക്ക് ടൈസനായിട്ട് ബീഫ് വെച്ച് അയാളിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ മൈക്കിന് ഉറക്കും, മൈക്ക് ഒന്നുമല്ല. ആദ്യമായിട്ടാണ് മൈക്ക് ഒരു ബോക്സറായിട്ട് റോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മൈക്കും അയാളും റോട്ടിൽ വെച്ചൊരു ഇടി പൊട്ടി. അപ്പൊ പിന്നെ കുറച്ച് വലിയ ബ്ലാസ്റ്റ് ന്യൂസ് ആയിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോ മൈക്ക് ടൈസന്റെ കയ്യില് അപ്പൊ മൈക്കിന്റെ കൈയൊക്കെ മാറ്റാൻ ഓടിച്ചാ. പിന്നീട് അവന്റെ മുഖം നോക്കിയപ്പോ ഇവിടുത്തെ ഒരു സ്ഥലം ഉറക്കി ഇടിച്ച് നശിപ്പിച്ചിട്ട് കൈ ഒടിച്ചു പോയതാണ്. കാരണം ഗൈസ് എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, ഗ്ലൗസ് ഇടുന്നത് നമ്മളെ അപ്പോണന്റിന്റെ മുഖം സംരക്ഷിക്കാനും മാത്രമൊന്നുമല്ല, നമ്മുടെ കൈയും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം ഈ ഹാൻഡ് ഈ പൊസിഷൻ അല്ലാണ്ട് വേറെ എല്ലാ പൊസിഷനും പെട്ടെന്ന് ബ്രേക്ക് ആവും. അപ്പൊ അതുകൊണ്ട് ഗ്ലൗസ് ഇല്ലാണ്ട് ഇരിക്കുമ്പോ അവന്റെ സ്കള്ള് ഈസ് ഓൾവേസ് ഹാർഡർ ദാൻ ദിസ് ബോൺ ഓഫ് ഹാൻഡ്സ്. മൈക്കിന്റെ കൈ ഒടിഞ്ഞു പോയി, പക്ഷെ മറ്റേ ഒരു ഭാഗത്ത് ഇട്ടില്ലേ. അങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ അയാളെ മൈക്ക് തോപ്പിക്കുകയും ചെയ്ത്. ടൂട്ടലെന്ന് വരുന്നില്ലെങ്കിൽ അത്യാവശ്യം നല്ല, പക്ഷെ അതൊരു ഇൻഫമസ് ഇതായിരുന്നു. കാരണം നമ്മുടെ ഇവിടത്തെ പണ്ടത്തെ ഒരു വലിയൊരു ഗുണ്ട, ആ സമയത്ത് ഗുണ്ടയിരുന്ന ഒരാള് ഏറ്റവും വലിയ പ്രൊഫഷണൽ ബോക്സറെ ചാലഞ്ച് ചെയ്ത സിനിമ പോലത്തെ ഒരു മൂട് സംഭവമാണ് നടന്നത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് മൈക്കിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. പിന്നെ 96 ലാസ്റ്റ് ഫൈറ്റ്, 2006 ലാസ്റ്റ് ഫൈറ്റ് കെവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫൈറ്റില് പുള്ളി പറഞ്ഞിങ്ങനെ I don't have it in me. I'm just fighting to pay my bills. എന്ന് പറഞ്ഞ ആ ഒരു 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് ബിഫോർ പ്രസൻ, പിന്നെ പ്രസന് ശേഷമുള്ള ഒരു ചെറിയൊരു വെർഷൻ കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നു മൈക്ക് ടൈസൺ. പിന്നെ വാഷ്ഡായ ഔട്ട് ഓഫ് മൈക്ക് ടൈസനെ ഉണ്ട്. അതൊരു സാഡ് കരിയർ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു 2000 വരെയെങ്കിലും ഗസും കെവിൻ റൂണിയൊക്കെ കൂടേണ്ടായിരുന്ന ഡിസിപ്ലിൻ ഉണ്ടായിച്ചെങ്കിലേ ഇപ്പോഴെ ആൾക്കാർ ഗോട്ടെന്ന് വിളിക്കുന്നുണ്ട്. എന്നാലും പ്യുവർ ഗോട്ട് ഓഫ് ബോക്സിംഗ് എന്ന് നമ്മൾ മൈക്കിനെ വിളിച്ചാനെ. പക്ഷെ ഇത്ര സ്വഭാവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഈ റിപ്പോർട്ടർമാരോടൊക്കെ, ഒരു റിപ്പോർട്ടറോട് പറയണേ ലൈക്ക് ഐ ഡോണ്ട് ടോക്ക് ടു ഗേൾസ് അൺലെസ് ഐ ഡോണ്ട് ഫോർണിക്കേറ്റ് വിത്ത് ദം, സോ യു വാണ യുനോ. അത് ഭയങ്കര വിവാദം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച ഒരാളാണ്. പക്ഷെ പുള്ളി ഒരു 40-42 വയസ്സിൽ ആകെ ഒരു വീട് റാഞ്ച് തുടങ്ങി. കാരണം പുള്ളി ബ്രോക്കാട്ടെ, പുള്ളിയുടെ ബാലൻസ് 0 വരെ ആയി പുള്ളിയുടെ നെറ്റ് വർത്ത്. പക്ഷെ അതിൽ നിന്ന് പുള്ളി ഒരു തിരിച്ചു വരുത്തി. ചെറിയ ചെറിയ സിനിമയിലും ക്യാമിയോയും മറ്റേ ഹാങ് ഓവറിനകത്ത് ഒരു സീനില്ലേ നോക്കൗട്ട് ചെയ്യണം മറ്റവനെ, മൈക്ക് ടൈസന്റെ ടൈഗറെ കണ്ടിട്ട് അവന്മാരൊന്നും നോക്കൗട്ട് ചെയ്യണ സീനൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമയിലൊക്കെ അപ്പിയറൻസ് നടത്തി വീട് റാഞ്ച് കൊടുത്തി. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയി. എന്ന് വെച്ചാൽ വീട് റാഞ്ച് ഭയങ്കര ഹിറ്റായി. പക്ഷെ അതിനുശേഷം പുള്ളി അമേരിക്കയിൽ മഷ്റൂം ലീഗലാണ്. അപ്പൊ ചില സ്റ്റേറ്റ്സില് അപ്പൊ ഡ്രൈഡ് മഷ്റൂം അത് കഴിച്ചേ പിന്നെ പുള്ളി ഭയങ്കര വിസ്ഡമിക് കാര്യങ്ങളൊക്കെയാണ് പറയണത്. കാരണം
ഏപ്പ് തിയറി അനുസരിച്ച് മനുഷ്യരുടെ ഈ ബുദ്ധി വികസിക്കാൻ കാരണം തന്നെ മഷ്റൂം എന്ന് പറഞ്ഞത് സത്യമാണെന്ന് കുറെ പേര് സയന്റിസ്റ്റുകൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് മൈക്ക് ടൈസന്റെ കാര്യത്തിൽ ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം പുള്ളി പറയണ കോഡ്സ് ഒക്കെ ഡീപ്പ് മീനിങ് കോഡ്സ്. നമ്മിങ്ങനെ ഒരു മിനിറ്റ് ഇത് മൈക്ക് ടൈസൺ ആണ് പറയണതെന്ന് നമ്മ വിചാരിക്കൂല. ഏതെങ്കിലും ഒരു ഹാബിറ്റ് പറയണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനത്തെ കോഡ്സും കാര്യങ്ങളൊക്കെ ഡീപ്പ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിന് ശേഷം ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് ആയിട്ട് കേക്കടാ? അല്ല ഈ ഷ്രൂംസ് മാത്രല്ല, പുള്ളി മറ്റേ DMTയുടെയും മെയിൻ ഒരു അംബാസിഡർ. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അംബാസിഡർ ഒക്കെ വേണമെങ്കിൽ DMTക്ക് വേണമെങ്കിൽ മൈക്ക് ടൈസനെ വിളിക്കാം. പുള്ളി ഇടക്കിടക്ക് അടിക്കും. പുള്ളി ആദ്യം പറഞ്ഞ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാ, പുള്ളി നോ 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 എന്നിട്ട് യെസ് യെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ DMT അടിച്ചപ്പോഴുള്ള ആ ഒരു എഫക്ട് പുള്ളി പിന്നെ എപ്പോഴും യൂസ് ചെയ്ത് പുള്ളി പറഞ്ഞൊരു സംഭവം ഉണ്ട്. പുള്ളി ഫൈറ്റ് ചെയ്യണ സമയത്തായിരുന്നെങ്കിൽ പുള്ളിക്ക് ഈ DMT ഉപയോഗിച്ചായിരുന്നെങ്കിൽ പുള്ളി ഫൈറ്റ് ചെയ്യില്ലായിരുന്നു. കാരണം പുള്ളിക്ക് ഇപ്പത്തെ ഒരു ഭയങ്കര വേറൊരു ടൈപ്പ് ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പൊ ഈ DMT ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ. ഒരു എല്ലാം നമ്മളൊരു ഒന്നാണ്, യൂണിവേഴ്സ് ഒന്ന്, മറ്റേത് അങ്ങനത്തെ ഒരു ഇത് കിട്ടുമല്ലോ, ഇൻസൈറ്റ് കിട്ടുമല്ലോ. പക്ഷേ എന്നാലും ഇപ്പൊ DMT ഉപയോഗിച്ചിട്ടും ജയിക്കില്ല, ഫൈറ്റ് എടുത്തുള്ള കാര്യം. എന്നാലും ഇപ്പോഴത്തെ ഫൈനൽ ബോക്സിംഗ് ആർക്കിന്റെ ഫൈനൽ സ്റ്റേജ് ഇപ്പൊ ജയിക്കായിട്ട് ഒരു എത്തി. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എഡിറ്റ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ സീനാണ്. ആരെയും KO ചെയ്യുക എന്നുള്ളൊരു സീനും പിന്നെ ബാക്ക് മസിൽസ് ഒക്കെ മറ്റേ മെക്സിക്കോ സപ്ലിമെന്റ് പ്രോഗ്രാം എന്തായാലും ചെയ്തിട്ടുണ്ട്. അല്ല അതിന് സപ്പോർട്ടാണ്. സ്റ്റെം സെൽ പ്രോഗ്രാം അല്ല ഞാൻ പറഞ്ഞ. അത് ഓക്കെ. അത് മാത്രല്ല, ഈ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ആന്റി ഏജിങ് ആയിട്ടുള്ള സ്റ്റെം സെൽ. അതും പുള്ളി നല്ലോണം മെഡിസിറ്റിയിൽ ഉണ്ടെന്ന്, മെഡിസിറ്റിയിൽ വന്നു തുടങ്ങിയാണ്ടാ. പക്ഷെ ലക്ഷങ്ങളുള്ളവർക്ക് മാത്രം പറ്റുള്ളൂ. അല്ല അത് നല്ലതാണ്. ഫിക്സ് ആണ്, ഇൻസ്റ്റന്റ് ഫിക്സ് ആണ്. എടാ 50 വയസ്സ് കഴിഞ്ഞാൽ ഇവിടുത്തെ മുട്ടുവേദന ഇല്ലാത്ത ഒരു മലയാളി പോലും ഇല്ല. എല്ലാവരുടെ മുട്ടിന് ഇൻസ്റ്റന്റ് ഫിക്സ് ആണ്. മുട്ട്, ബാക്ക്, ലോവർ ഒക്കെ സ്റ്റെം സെൽസ്. അല്ല ഇതിപ്പോ ഇവിടെ ഇന്ത്യയിലോ ലീഗലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഈ ഇന്ത്യയിലൊക്കെ ഉണ്ട്. മെഡിസിറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബോഡിയോടെ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞ്. പക്ഷെ എത്ര ലെവൽ ഓഫ് ക്വാളിറ്റി, കാരണം ചെയ്യണമെങ്കിൽ ജർമ്മനി പോണോ USA പോണോ കൊളംബിയ അറിയില്ല. ജോറോവനെ ഒരാളറിയാം. അല്ല ജോറോവനെ ഒരാളെ പറയാണ്ട് അയാളുടെ ഒരാളറിയാം. കൊളംബിയ ജോറോവനാണ്. ടെക്സസിലുണ്ട്, ടെക്സസില് അയാളുടെ ഉണ്ട്. അതല്ലാണ്ട് മെയിൻ സ്ഥലമുണ്ട്. അയാള് ഫൈറ്റേഴ്സ് ഒക്കെ പോണ UFC ഡാനൊക്കെ ഡയറക്റ്റ് വിടുന്നത് കൊളംബിയയിലും മെക്സിക്കോയിലും ഒരു സ്ഥലമുണ്ട്. എടാ വീട് സ്വപ്നം എന്നൊക്കെ കേട്ടിട്ടാ? ഇത് രാഘട്ട സ്വപ്നം തൊട്ടാ, 5 മണിക്ക് എണീക്കുന്ന പോകേണ്ട സ്വപ്നം തൊട്ടാ. DC മറ്റേ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വേണ്ടി. DC എന്തിനാ ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് അനാലിസിസ് ചെയ്തിട്ട് അട്ട് പുറത്ത് DCയുടെ സച്ചിൻ ടെണ്ടുൽക്കർ മീറ്റ് ചെയ്തേക്കണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്തിനാണ് DCയെ മീറ്റ് ചെയ്യണം? കാരണം 2 പേരും എത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞു 2 പേരും ഒരു ഫോട്ടോ എനിക്ക് കൊടുത്തോട്ടെ. ഞാൻ എന്നിട്ടില്ലടാ ഫോട്ടോ എടുക്കാനായിട്ട് എന്റെ ക്യാമറ അവിടെ ഞാൻ 10 മിനിറ്റ് സ്വപ്നത്തിൽ കുത്തിക്കൊണ്ടിരുന്നടാ ഫോട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റാണ്ട് DCയും സച്ചിനും എന്റെ ഫ്രണ്ടിൽ നിന്ന് പോയടാ. വീട് സ്വപ്നം ആർക്കും. കാരണം ഡാനിൽ കോർബിയുടെ സച്ചിനും ചാളയും അനിലും മത്തിക്കറിയും പോലെയാണ്. ഇത് 2 പേരും എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിയത് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതല്ല, അയിലയും മത്തിക്കറിയും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എടാ അയിലയും മത്തിക്കറി അല്ലടാ അലുവ. അലുവ പറഞ്ഞപ്പോ കറക്റ്റായി. പക്ഷെ അയിലയും മത്തിക്കറി അയിലയും മത്തിയല്ലടാ അലുവ. അലുവ വന്നപ്പോ ശരിയായി. എനിക്ക് ഇങ്ങനത്തെ വിയർഡൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഹങ്കർ ഗെയിംസിലേക്ക് പോലത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ എടാ നീ മതി. റൊണാൾഡോ എന്റെ വീട്ടിൽ വരെ സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്. റൊണാൾഡോ എന്റെ വീട്ടിൽ വന്നെ ചേട്ടനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണ്. ഒരു ദിവസം കിടക്കുകയും ചെയ്തുകൂടാ. അപ്പൊ ഞാൻ എടാ നീ ഒരു കാര്യം സ്വപ്നത്തിൽ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്
ബൈക്കിന് വഴിയില്ലല്ല, സ്വപ്നത്തിന് തന്നെ എനിക്ക് അവയർനെസ് ഉണ്ടായിട്ട് എന്താണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതേപോലത്തെ കുറെ സൗണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ എമാ വാട്സൺ അങ്ങനെ ആയാലും സിഡ്നി ശ്രീനിയൊന്നും വന്നിട്ടില്ല. ഇങ്ങനെയാണ് അതൊക്കെ വന്നത്. എന്റെ സുഹൃത്തിന് ഇങ്ങനെ അങ്ങനെ ആരും ഇങ്ങനെ വരാറില്ല. എനിക്ക് ദൈവം ഇങ്ങനത്തെ പോലെ ലൈഫിൽ മൊത്തം ട്രോമയാണെങ്കിലും ഇങ്ങനത്തെ പോലെ സ്വപ്നത്തിലെങ്കിലും കിട്ടില്ല സാധനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാ. നൈസ്. ഇനി സ്വപ്നത്തില് മറ്റേ ലൂസിഡ് ഡ്രീം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാ? ഈ മറ്റേ ഞാൻ ആസ്ട്രോ ബോഡി ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസാ. ഇയാളില്ലേ ആരാണ് നമ്മുടെ മൈക്ക് ടൈസൺ ആട്ടാ. മൈക്ക് ടൈസൺ. മൈക്ക് ടൈസൺ ലൂസിഡ് ഡ്രീം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ മൈക്ക് ടൈസന്റെ വേറൊരു സാധനം പറയാൻ വിട്ടുപോയി. ഈ ഹിപ്നോട്ടൈസ് ചെയ്ത സാധനം. ഈ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോണ്ടല്ല, ഈ കസ്ഡിയമാട്ടോ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നല്ല, പുള്ളി ഹിപ്നോട്ടൈസ് ചെയ്ത് മറ്റേ മൈൻഡിനെ മറ്റേ അൺബീറ്റബിൾ മൈൻഡ് ആക്കി കളഞ്ഞ്. മറ്റേ ആനിമലാണ്. പക്ഷെ ഇയാൾ കസ്ഡിയമായിട്ട് ഒരു പ്രശ്നം ചെയ്ത്, ഈ സാധനം ഓണാക്കാനേ പഠിപ്പിച്ചോളൂ, ഓഫ് ആക്കാൻ പഠിപ്പിച്ചില്ല. ആ മനഃപൂർവ്വം പുള്ളിച്ച് അങ്ങനെ ചെയ്തതാണെന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ മരിച്ചപ്പോ ആ സമയം കിട്ടാൻ ഫൈറ്റിന്റെ സമയത്ത് മാത്രമല്ലേ, ഈ ഫുൾ ടൈം ഓണായിരിക്കുമെന്ന്. ഇത് ഇങ്ങനെ ഈ മൈക്ക് ടൈസൺ ഇപ്പൊ ആ സമയത്ത് മറ്റേ റേജ്, മറ്റേ അമേരിക്കൻ പിറ്റ് ബുള്ളായിരുന്നല്ല, മറ്റേ ഇങ്ങനെ റേജിങ് ആണ്, ഫുൾ ടൈം റേജിങ് ആണ്. എങ്ങനെയും തീർക്കുക, പോവാ, എന്നിട്ട് നേരെ ഫൈറ്റ്, അറീന ടു ജിം, അങ്ങനെ ഇരുന്നാ പറയണ ആദ്യത്തെ കുറെ നാള്. അപ്പൊ ഈ പുള്ളി കസ്റ്റമായിട്ട് അങ്ങനെ കത്തിച്ചങ്ങോട്ട് വെച്ച് തലയില് ഈ ആ മൈൻഡ് സെറ്റ് അങ്ങോട്ട് സെറ്റാക്കി വെച്ചേക്കണേണ്. അല്ല മൈക്കിന്റെ ലൈഫിൽ ആ മോൾഡ് ചെയ്ത് ഗസ് കാരണം അല്ല ഇവിടെ ഗസ് എന്ന് പറഞ്ഞ ആൾ ലൈഫിൽ ഇല്ലെങ്കിൽ എന്തായാലും ജയിലിലായാലും ഇപ്പൊ 40 years in പ്രിസണിലൊരു തഗ്ഗായി മാറിയാൻ അത്രേ ഉള്ളൂ. നമ്മ ആരോ അറിയാൻ പോണ മൈക്ക് ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് ഗസ് എന്ത് ചെയ്താലും അത് ജസ്റ്റിഫയബിൾ ആണ്. കരിയർ റിവൈവ് ചെയ്തിട്ടാ, ഫിനാൻഷ്യൽ ആണെങ്കിലും ഒന്ന് സെറ്റായി. അവന്റെ ആ ജയിക്കേട്ടനായിട്ടുള്ള ഒരു ഫൈറ്റ്, അതിന്റെ ആ ഫൈനൽ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യാൻ എന്താണെന്ന് നമ്മൾ കണ്ടറിയാം. കോശി, അത് എനിക്കൊന്നും പറയാനില്ല, കണ്ടറിയാം അതിന്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും. ഇനിയിപ്പോ നമ്മൾ ഇതേപോലെ ഇനി വേറെ ഏതെങ്കിലും ഫൈറ്റേഴ്സിന്റെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കമന്റ് ചെയ്തോ എല്ലാവരുടെയും. ഇത് വിചാരിച്ചത്രയും പെർഫെക്റ്റ് ആയില്ല എന്തായാലും, കാരണമൊന്നുമല്ല കാഴ്ച. മൈക്കിന്റെ ഫൈറ്റ് വന്നിട്ട് മറ്റന്നാ ഇതിൽ ഔട്ട്കം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ മനസ്സൊന്ന് ഡൗൺ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ വിചാരിച്ച ലെവലിലാവാന. പക്ഷെ ഇനി പ്രൈമിലെ ഫൈറ്റേഴ്സിനെ പറ്റി ചെയ്യുമ്പോ അടിപൊളി ആയിക്കോളും. ഓക്കെ ബൈ ബൈ. ഓക്കെ ബൈ ബൈ, ചാവ്. എന്റെ തലേന്ന് ബ്ലോണ്ട് പോലെയല്ലേ എന്താ പറയുക ഗൈസ്. സബ്സ്ക്രൈബ് മറക്കല്ലേ, അടിയിലോട്ട് നോക്കിയിട്ട് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ED എന്ന് പറഞ്ഞ് കിടക്കണം കേട്ടോ അവസാനത്തെ അറ്റത്ത്, മറക്കല്ലേ.